നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPM-നും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അപേക്ഷിച്ച് ഇപ്പോൾ കണ്ടകശനിയാണ്. കഷ്ടകാലം കൊണ്ടേ പോകൂ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. ഇതിൽ എല്ലാതും ഇങ്ങോട്ട് തന്നോ എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിയ കാര്യങ്ങളുമാണ്. ED ഉദ്യോഗസ്ഥർ അവരെ ആക്രമിച്ച പ്രതികൾക്ക് പിന്നാലെയും പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ മകൾ നടത്തിയിട്ടുള്ള ചില പണമിടപാടുകൾക്കും പിന്നാലെയാണ്. കേരള പോലീസ് ആണെങ്കിലോ അന്ന് ആലപ്പുഴയിൽ വെച്ച് സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ അതിക്രൂരമായി തല്ലിച്ചതച്ച ഗൺമാന്മാരടക്കമുള്ള പോലീസുകാർക്ക് പിന്നാലെയാണ്. ഏതായാലും ഇവരുടെ കാര്യമെല്ലാം കട്ടപ്പുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മുഖ്യമന്ത്രിയായിരിക്കെ 2023 പിണറായി വിജയൻ നടത്തിയ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ച ഗൺമാൻ അടക്കം 5 പേരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ വേഗം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് പ്രതികൾ ഒളിവിൽ പോയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഒരുപക്ഷെ ജാമ്യം തള്ളിക്കഴിഞ്ഞാൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ള ഭയം കൊണ്ടാണ് പ്രതികൾ ഒളിവിൽ പോയിരിക്കുന്നത്. പ്രതികളെയൊക്കെ തന്നെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ വ്യക്തതയില്ല. പോലീസ് പിന്നാലെ തന്നെയുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പായ നരഹത്യാ ശ്രമം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതോടെയാണ് ഒളിവിൽ പോയിരിക്കുന്നത്. അസഭ്യം പറഞ്ഞതിനും ദേഹോപദ്രവം ഏൽപ്പിച്ചതിനുമുള്ള വകുപ്പുകളാണ് മുൻപുണ്ടായിരുന്നത്. പിണറായി വിജയന്റെ ഗൺമാനായിരുന്ന S അനിൽകുമാർ, സുരക്ഷാ സംഘത്തിൽ അംഗങ്ങളായിരുന്ന S സന്ദീപ്, വിപിൻ, VK ഷൈജു, അരുൺ എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് DGP ഉത്തരവിറക്കിയിരുന്നു. അതിക്രമവുമായി ബന്ധപ്പെട്ട് SIT നൽകിയ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സസ്പെൻഷൻ. അനിൽകുമാർ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കാൻ ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഇടപെടലുകൾ സംബന്ധിച്ച വിവരം അന്വേഷണത്തിനിടെ SITക്ക് ലഭിച്ചിരുന്നു. മുൻപ് കേസ് അന്വേഷിച്ച ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP ആണ് ഇത് സംബന്ധിച്ച മൊഴി നൽകിയത്. സംഭവവുമായി ബന്ധപ്പെട്ട വിശദ റിപ്പോർട്ട് വൈകാതെ DGPക്ക് SIT കൈമാറും. അതിൽ അജിത് കുമാറിനെതിരെ പരാമർശമുണ്ടായാൽ വകുപ്പ് തല നടപടി വന്നേക്കും. ആഭ്യന്തര വകുപ്പാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും പ്രതികളെയൊക്കെ തന്നെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് പോലീസ് കൃത്യമായിട്ട് കണ്ടെത്തി അവരെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്കായിരിക്കും കടക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചിട്ടുള്ളവർക്ക് പിന്നാലെ EDയും പോലീസും നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ 2023 നടന്നിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള സുരക്ഷാ സേനയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അറസ്റ്റിലേക്കായിട്ട് നീങ്ങുന്ന ഘട്ടം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന സമയത്തും ഈ 2 പേരെ, അതായത് ഈ പ്രതികളായിട്ടുള്ള 2 പേരെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് എവിടേക്ക് പോയി എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വിവരമില്ല. ഏതായാലും അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്ന പാർട്ടി തന്നെയായിരിക്കും ഇപ്പോൾ ഒരു ഒളിത്താവളം ഒരുക്കി നൽകിയിട്ടുണ്ടായിരിക്കാം. അതേസമയം തന്നെ EDയും കേരള പോലീസും ഇവിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചിട്ടുള്ള കണ്ടാൽ അറിയാവുന്ന 300ഓളം പ്രതികൾക്ക് പിന്നാലെ തന്നെയാണ്. ഈ അണികളെ മുന്നിൽ നിർത്തി ചോരക്കളി നടത്തുകയും അടിയുണ്ടാകുമ്പോൾ നേതാക്കൾ സുരക്ഷിത താവളങ്ങളിലേക്ക് വലിഞ്ഞ് കൈ കഴുകുകയും ചെയ്യുന്ന പതിവ് CPM ശൈലിക്ക് പണി വരുന്നു. CMRL കേസിൽ ED റെയ്ഡ് നടത്തി മടങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആക്രമണമുണ്ടായതിൽ ED നിലപാട് കടുപ്പിക്കുകയാണ്. ഇതോടെ അണികളെ ജയിലിൽ തള്ളിവിട്ട് രക്ഷപ്പെടാൻ തുനിഞ്ഞ CPM നേതാക്കളും ഭീതിയിലാണ്. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അണികളെ മാത്രമല്ല അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നത CPM നേതാക്കളെയും അഴിക്കുള്ളിലാക്കാൻ ED നീക്കം ശക്തമാക്കിയിരിക്കുകയാണ്. അന്ന് അവിടെ നമുക്കറിയാം മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടിയും അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസും മറ്റുള്ള മുതിർന്ന നേതാക്കൾ MV ഗോവിന്ദൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ അണികൾക്ക് നിർദ്ദേശം നൽകിയത് ഇവരാകാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുതിർന്ന നേതാക്കൾക്കെതിരെയും ഇപ്പോൾ നടപടിക്ക് കടക്കുകയാണ് ED. ആസൂത്രിതമായി നടന്ന ഈ ആക്രമണം നേതാക്കളുടെ പൂർണ്ണമായ അറിവോടെയും പ്രകോപനത്തോടെയുമാണെന്ന് ചൂണ്ടിക്കാട്ടി നേതാക്കളെ കൂടി കേസിൽ പ്രതി ചേർക്കണമെന്ന കടുത്ത ആവശ്യമാണ് ED മുന്നോട്ട് വയ്ക്കുന്നത്.
തിരുവനന്തപുരത്ത് വെച്ച് നടന്ന റെയ്ഡിനെതിരെ ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അവർ സഞ്ചരിച്ച ഔദ്യോഗിക വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. ഈ ഗുണ്ടായസത്തിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. അതായത് അണികളും പാർട്ടി പ്രവർത്തകരുമാണ് തല്ലിയതെങ്കിലും അവർക്ക് മുകളിൽ നിന്നൊരു നിർദ്ദേശം ലഭിക്കാതെ അവർ അത്തരത്തിൽ ചെയ്യില്ല എന്ന് തന്നെയാണ് ED പറയുന്നത്. അതുകൊണ്ട് എവിടെ നിന്ന് നിർദ്ദേശം ലഭിച്ചു, ആരാണ് ഇതിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്, ആരാണ് ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്, അവരെ കൂടി ഇതിൽ പ്രതി ചേർക്കാൻ തന്നെയാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. കേസിൽ നേരിട്ട് കക്ഷി ചേരാനുള്ള അടിയന്തര തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിന്റെ ഭാഗമായി അക്രമവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ED നേരിട്ട് ശേഖരിക്കാൻ തുടങ്ങിയതോടെ പല ഉന്നത നേതാക്കളുടെയും ചങ്കിടിപ്പ് കൂടിയിട്ടുണ്ട്. അക്രമ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ വീടുകൾ CPM നേതാക്കൾ കൂട്ടത്തോടെ സന്ദർശിക്കുന്നതും അവർക്ക് കടുത്ത സംരക്ഷണം നൽകുന്നതും EDയുടെ സംശയങ്ങൾക്ക് ബലം കൂട്ടുന്നു. ഇതെല്ലാം അക്രമത്തിൽ നേതാക്കൾക്കുള്ള നേരിട്ടുള്ള പങ്ക് വെളിവാക്കുന്നതാണെന്നും ചൂണ്ടിക്കാണിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ED ഡയറക്ടറേറ്റിന് വിശദമായ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി നേതാക്കളുടെ പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാണ് ഡയറക്ടറേറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി നേരത്തെ തള്ളിയിരുന്നു. ED ആക്രമിച്ചത് അപൂർവമായ കേസെന്നും അത് രാജ്യത്തിനെതിരെയുള്ള കുറ്റകൃത്യമായിട്ടാണ് കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ ഇതെല്ലാം കണ്ടതാണെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ജുഡീഷ്യറിയിൽ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തേണ്ടതുണ്ടെന്നും ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ടാനി മറിയം ജോസ് ഉത്തരവിൽ പരാമർശിച്ചു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ആലോചനയിലാണ്. പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്ത ED സംഘത്തെ ആക്രമിച്ച പ്രവർത്തകരെ ജാമ്യത്തിലിറക്കാനുള്ള CPMന്റെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ കിട്ടിയത്. കേസിൽ ആദ്യം അറസ്റ്റിലായ 5 പ്രതികളുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളി. അറസ്റ്റിന്റെ വിവരങ്ങൾ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ അറിയിക്കാതെ നടപടിക്രമം തെറ്റിച്ചു. ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച സ്വകാര്യ വാഹനം പൊതുമുതൽ നശിപ്പിക്കലിന്റെ പരിധിയിൽ വരില്ല തുടങ്ങിയ വാദങ്ങളാണ് പ്രതികൾ നിരത്തിയത്. എന്നാൽ ഇതൊന്നും നിലനിൽക്കില്ലെന്ന അഡീഷണൽ പ്രോസിക്യൂട്ടർ മനു കല്ലമ്പള്ളിയുടെ വാദം കോടതി അംഗീകരിച്ചു. ED ആക്രമിച്ചത് അപൂർവമായ കേസെന്നാണ് കോടതി പരാമർശിച്ചിരിക്കുന്നത്. അക്രമം എല്ലാവരും കണ്ടതാണെന്നും ഇതെല്ലാം അവരുടെ ഉത്തരവാദിത്വം ചെയ്യാൻ വന്ന് അവർ തിരിച്ചു പോകുമായിരുന്നുവെങ്കിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. പക്ഷെ അവർക്കെതിരെ ഇത്തരത്തിൽ അതിക്രൂരമായിട്ട്, അത് വനിതാ ഉദ്യോഗസ്ഥർ അടക്കമുണ്ട്, എന്നിട്ടാണ് ഒരു തരം വിറളി പൂണ്ട് പൊതുമധ്യത്തിൽ കിടന്ന് ഇത്തരത്തിലുള്ള അതിക്രമം കാണിച്ചു വെച്ചത്. ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് ജാമ്യവുമായി ചെന്ന് കഴിഞ്ഞാൽ കോടതി അതിപ്പോൾ കയ്യോടെ എടുത്തു തരുമെന്നാണ് സഖാക്കൾ കരുതിയെങ്കിൽ തെറ്റിപ്പോയി. ഇതുകൊണ്ട് തന്നെയാണ് ബാക്കി ഒടുവിലുള്ള പ്രതികൾ കൂടി ഇപ്പോൾ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇതുവരെ 26 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇനിയും മറ്റുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ED നിയമ നടപടികൾ ശക്തമാക്കി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന മുൻ ഗൺമാന്മാർ, അതുപോലെ തന്നെ ഇപ്പോൾ CPM അണികൾ, മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ, ഇവർക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. തീർച്ചയായിട്ടും കടുത്ത നിയമ നടപടികളായിരിക്കും ഈ 3 വിഷയത്തിലും വരും ദിവസങ്ങളിൽ എടുക്കാൻ പോകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇതുവരെ 25 പ്രതികളാണ് കേസിൽ അറസ്റ്റ് ആയിട്ടുള്ളത്. അതിനിടെ ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMR നൽകിയ ഹർജിയും ഹൈക്കോടതി അന്തിമ വിധി വരുന്നതുവരെ കാത്തിരിക്കാനാണ് EDയുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ കടുത്ത നടപടികളിലേക്ക് കടക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.